ഹായ് ഹോൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ ഒരു റെസിപ്പി കാണുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവും എന്താ കറി എന്നുള്ളത് അല്ലേ. ഇനി റെസിപ്പിയിലേക്ക് കടക്കാം. ഇപ്പോൾ എന്താ കറിയുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഞാൻ ഇന്ന് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് പൊട്ടിക്കയും ഉണക്ക ചെമ്മീനും കൂടിയിട്ടുള്ളൊരു കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്, അതുപോലെ 4 പച്ചമുളകും 2 പൊട്ടിക്ക, ചള്ള പൊട്ടിക്കയായിരിക്കണം ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം. ആദ്യം ഇതിന് മുകളിലുള്ള ഈ ഒരു നാരില്ലേ അതുകൂടി ഒന്ന് കളയണം. അപ്പം നല്ല ഒരു ടേസ്റ്റാണ് ഈ ഒരു പൊട്ടിക്കയും ഉണക്ക ചെമ്മീൻ കറി വെച്ച് കഴിഞ്ഞാൽ. ഉണക്ക ചെമ്മീൻ ഞാൻ നേരത്തെ തന്നെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഇതിൻ്റെ തൊലി മുഴുവനായിട്ടും കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ എടുത്തു വെച്ച പൊട്ടിക്ക മുഴുവനും ഈ ഒരു രീതിയിൽ തന്നെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഈ ഒരു നാര് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ കറി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നാരൊന്ന് കടിക്കുമ്പോൾ ഞങ്ങളുടെ കറിക്കൊന്ന് ടേസ്റ്റ് കുറവായിരിക്കും. അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, ഇതിൻ്റെ നാര് തൊലിയൊക്കെ ഒന്ന് കളയാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ പൊട്ടിക്കൻ്റെ മുഴുവനും ഞാനിതാ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടി ഇതാ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ഇതേപോലെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അതിന് ശേഷം ചെറിയ പീസാക്കിയിട്ട് ഈ ഒരു മൺചട്ടിയിൽ തന്നെ ഇതിനൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. പൊട്ടിക്ക മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കുക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറയുന്നത്. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇത് എരിവുള്ള മുളകായത് കൊണ്ടാണ് ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുള്ളത്. പക്ഷേ ഒരു കറിക്ക് കുറച്ചൊരു എരിവ് വേണം, എന്നാൽ മാത്രമേ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച ചെമ്മീൻ കഴുകിയെടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ഒരല്പം ചെമ്മീനാണ് വേണ്ടി ഈ ഒരു കറി തയ്യാറാക്കിയിട്ടെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കാവാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കപ്പ് വെള്ളമാണ് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ഇതൊന്ന് കുക്കാവട്ടെ. അതിനുശേഷം ഇതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മുറി തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടില്ല, ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അത് ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു ചിരവി വെച്ച തേങ്ങ ഒരു മിക്സിയുടെ ജാറിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം ചാക്കരയുടെ ചോറാണ്. ഈ ഒരു ചോറ് ഓപ്ഷനാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. പക്ഷേ ഈ ഒരു ചോറ് ചേർത്ത് കഴിഞ്ഞാൽ മാത്രം ഞങ്ങളുടെ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതുമാത്രമല്ല കുറച്ചൊരു മുഴിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ ഒരു ചോറ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞങ്ങളുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഞങ്ങളുടെ കറി ഒന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അധികം ശക്തി ഉപയോഗിച്ചിട്ടൊന്നും ഉടക്കേണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താലും മതി. ഇനി ഞങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം.
കുറച്ച് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളവും ഞങ്ങൾക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാ മിക്സി കഴുകിയിട്ടുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ലൂസാകാൻ പാടില്ല. ഇതാ ഈ ഒരു പരുവത്തിലാണ് ഞങ്ങൾ കറി തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത്. ഉപ്പൊക്കെ പാകത്തിനുണ്ട് മാഷാ അല്ലാഹ്. ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേക്കും ഞങ്ങൾക്ക് താളിക്കാൻ വേണ്ടിയിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു നാടൻ രീതിയിലെ കറികളൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. ഇതിലേക്ക് 1 ടീസ്പൂണോളം കടുക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു താളിച്ചത് ഇതിലേക്ക് ഈ ഒരു കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് കറിയുടെ. അപ്പം ഞങ്ങളുടെ സ്വാദിഷ്ടമായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പിയുമായി റംസാൻ സ്പെഷ്യലായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.